നമസ്കാരം മക്കളെ, സുബർ സാറാണ്. +1 ഇംപ്രൂവ്മെന്റ് റീവാലുവേഷന്റെ റിസൾട്ട് ഇപ്പൊ എത്തി. മാർക്ക് ചേഞ്ച് ആയവർക്ക് ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. ഇനി നിങ്ങൾക്ക് ഒന്ന് രണ്ട് ചെറിയ ജോലികളുണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ എത്തണമല്ലോ കൃത്യമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് പോലെ. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒന്നാമത്തത്, നിങ്ങൾ ചേഞ്ച് ആയതിന്റെ കോപ്പി എടുക്കണം. നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ ഒരു ലെറ്റർ വേണം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പുതിയ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ട് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് അയക്കണം. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ആണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ബാക്കി ചെയ്യേണ്ടത്. അത് സ്കൂളിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ എല്ലാം പറഞ്ഞു തരും. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുക എന്നുള്ള കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ 60 മാർക്കിന്റെ എക്സാം ആണ് നിങ്ങൾ എഴുതിയെങ്കിൽ 6 മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയവർക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. മീൻസ് 10% ഓർ എബവ്. ഓക്കെ, 10% അതിൽ കൂടുതൽ. അപ്പം 80 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ 8 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയവർക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേക്കണം, ഈ +2വിന്റെ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പൊ ചേഞ്ച് ആയല്ലോ, +1 റീവാലുവേഷൻ വന്നപ്പോൾ ചേഞ്ച് ആയി, ഇംപ്രൂവ്മെന്റ് റീവാലുവേഷൻ ചേഞ്ച് ആയവര് +2 റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അത് വന്നിട്ട് അതിനും ചേഞ്ച് ഉണ്ടെങ്കിൽ പിന്നെയും കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളവർ രണ്ടും കൂടി അറിഞ്ഞിട്ട് ചെയ്താൽ മതി. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ +1 ഇംപ്രൂവ്മെന്റിന്റെ ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അല്ലാതെ നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് വളരെ റയർ കേസൊക്കെ ആയിരിക്കാം, ഗ്രേസ് മാർക്ക് ആ സബ്ജക്റ്റിന് +2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുകൂടെ ചെന്നിട്ട് 90% വല്ല മേളിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടും. അപ്പൊ ആ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് മറ്റുള്ള സബ്ജക്റ്റിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കണം. എന്നെങ്കിലേ അവിടുന്ന് ലാപ്സ് ആവുന്ന ഗ്രേസ് മാർക്ക് മറ്റുള്ള സബ്ജക്റ്റിന് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞത്. അതൊക്കെ ഇച്ചിരി കുറച്ച് കുട്ടികൾ കാണും, എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ വളരെ റയർ ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കേട്ടല്ലോ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കോപ്പി എല്ലാം കാര്യം ചേർത്ത് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ ലെറ്റർ സഹിതം അയക്കുക. രണ്ടാമത്തേത്, റീഫണ്ട് എന്ന് പറഞ്ഞാൽ 10% ഓർ എബവ്. മീൻസ് 60ന്റെ ആണെങ്കിൽ 6 മാർക്കും അതിന് മണ്ടയ്ക്ക്, 80 മാർക്ക് ആണെങ്കിൽ 8 മാർക്കും അതിന്റെ മണ്ടയ്ക്ക്. പിന്നെ +2വിന്റെ റീവാലുവേഷനൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ അറിഞ്ഞിട്ട് മതി നിങ്ങൾ ആപ്ലിക്കേഷൻ മീൻസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് അതിനും പിന്നെയും നിങ്ങൾക്ക് പണി വരും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഗ്രേസ് മാർക്കാണ്, അത് വളരെ റയർ കേസാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് DHSCയുടെ സൈറ്റിൽ കയറിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട്, മാർക്ക് കൂടിയവർക്ക് ചിലപ്പം തോറ്റവരൊക്കെ ജയിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.